എൻ്റെ അനുഭവത്തിൽ എനിക്ക് അനുഭവമില്ല. പിന്നെ എല്ലാ മേഖലയിലും ഈ ബുദ്ധിമുട്ടുകളുണ്ട്. സ്ത്രീകൾക്ക് എവിടെയാണ് ബുദ്ധിമുട്ടില്ലാത്തൊരു മേഖല? നിങ്ങൾ തന്നെ പറ. എല്ലായിടത്തും നിങ്ങളുടെ മേഖലയിലില്ലേ? ഉണ്ട്. പിന്നെ ആരും അങ്ങനെ പുറത്ത് പറയുന്നില്ല. അപ്പം സിനിമയാവും എന്താണെന്ന് വെച്ചാൽ അതിന് കൂടുതൽ പബ്ലിസിറ്റി കിട്ടുന്നു. അപ്പം സിനിമാക്കാരെ കുറിച്ച് ആൾക്കാർക്ക് എന്തറിഞ്ഞാലും അത് വായിക്കാനും ഒക്കെ ഒരു രസമാണ്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് കൂടുതലായിട്ട് പറയും. നിലവിൽ നേരത്തെയും സിനിമാ മേഖലയിൽ നിന്നുള്ള ആരോപണങ്ങൾക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച ഒരാളാണ് താങ്കൾ. ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോഴും പല കോണുകളിൽ നിന്ന് വിമർശനം വരുന്നു. അപ്പോൾ ഒരു മുതിർന്ന ആളെന്ന നിലയിൽ ഇത്തരത്തിലുള്ളൊരു പ്രതികരണമാണോ? ഒരു മുന്നനുഭവങ്ങളെല്ലാം നാടിന് മുന്നിൽ ഉണ്ടാവുമല്ലോ. എന്നെ സംബന്ധിച്ചോളം ഞാൻ വരുന്ന സമയത്ത് ഒരു 10-9 പേരൊക്കെയുള്ള അഭിനയിക്കാൻ. അപ്പം ഞങ്ങളെല്ലാവരും മസ്റ്റായിരുന്നു. അന്നും 100-120 സിനിമകളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കഥവിത്തട്ടലോ ഇങ്ങനെയുള്ള അനുഭവങ്ങളോ ഞങ്ങൾക്കില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് പെൺകുട്ടികൾ ഈ ഫീൽഡിലോട്ട് വരുന്നുണ്ട്. 10-600 പേര് സംഘടനയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അഭിനയിക്കാൻ അവർക്കൊക്കെയുള്ള അവസരങ്ങൾ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം മേഖലയിലുള്ള പോലെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ ഈ പെൺകുട്ടികൾക്ക് ഒരു ധൈര്യമില്ല. ഒരു കാര്യം തുറന്ന് പറയാൻ. അങ്ങനെ ഒരാൾ ഉപദ്രവിക്കാനോ എന്തെങ്കിലും ചെന്നാൽ അവർ തുറന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ അവർ പരാതി കൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ അവരാരും പറയത്തില്ലല്ലോ. അങ്ങനെ ആരും അങ്ങനെയൊന്നുമില്ല. അല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നതാണ് ഈ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ. ഏത് പവർ ഗ്രൂപ്പാണെന്ന് എനിക്കറിയാൻ വയ്യ. പിന്നെ അതെ 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 അല്ല, അവരുടെ അനുവാദമില്ലാതെ നമുക്കെങ്ങനെ പറയാൻ പറ്റും? അവരല്ലേ അത് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ കോടതിയിൽ പോയി എന്നെ ഒരാളിങ്ങനെ പീഡിപ്പിക്കാമെന്ന് പറഞ്ഞാൽ കോടതിക്ക് എന്താ വേണ്ടത്? തെളിവ് വേണ്ടേ? അപ്പോൾ ആ തെളിവോടുകൂടി തീർച്ചയായിട്ടും ഗവൺമെൻറ് മുമ്പിൽ ചെന്നാലും കോടതിന് മുമ്പിൽ ചെന്നാലും അവരും ആ കേസ് എടുക്കും. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അതിനുള്ള ധൈര്യമില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുകയാണെങ്കിൽ സിനിമാ മേഖല എന്ന് പറയുന്നത് ഒരു വ്യവസായമാണ്, ഒരു കൂട്ടായ്മയാണ്. അപ്പം ഇതിൽ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഈ സിനിമയിൽ കൂടെ വന്ന ഒരു വ്യക്തിയാണ്. സിനിമയിൽ കൂടെ പ്രശസ്തയായ, അങ്ങനെയാണ് 10 പേരെന്നെ അറിയുന്നത്. ഇപ്പോൾ വരുന്ന പെൺകുട്ടികൾക്ക് പെട്ടെന്നൊരു പ്രസിദ്ധയാവാൻ വേണ്ടിയിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുക, ഒരു മുഖം കാണിക്കുക, ഇപ്പം ഈ ചാനലുകളിൽ കൂടെ വരുന്നു. അതൊക്കെ ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഒരുപാട് പേര് ഈ പെൺകുട്ടികൾ ഈ മേഖലയിൽ വരുന്നത്. എൻ്റെയൊക്കെ കാലത്ത് ആരും വരില്ല അഭിനയിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരുപാട് തള്ളിച്ചുകളും പരിപാടികളൊക്കെ വരുമ്പോൾ ചിലർ ചൂഷണം ചെയ്തെന്നിരിക്കാം. തുല്യവേതനം ഒരിക്കലും നടക്കില്ല. അതങ്ങനെ നടക്കും? എപ്പോഴും പുരുഷനല്ലേ ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് പറയും, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ട സിനിമയിലൊക്കെ പുരുഷന്മാർക്ക് പ്രാധാന്യമുള്ള സ്ത്രീകളില്ല അതിനകത്ത്. സ്ത്രീകൾ വേണ്ട. സ്ത്രീകളില്ലാതെ തന്നെ പടം കാണുന്നെല്ലാവരും. പിന്നെന്തിനാ സ്ത്രീകൾ? വേണ്ട. സ്ത്രീകൾ ഇല്ലാതെ തന്നെ പടങ്ങൾ ഓടുന്നു. അപ്പോൾ പിന്നെ എന്തിനാ സ്ത്രീകൾ? അപ്പോൾ പിന്നെ എന്തിനാ? ഇപ്പോൾ അച്ഛനും അമ്മയും തന്നെ ഉണ്ടോ? അല്ല, സ്ത്രീകൾ വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സിനിമകൾ ഓടില്ല എന്നൊരു ധാരണയുണ്ടായിരുന്നു. ഇപ്പോൾ തെളിയിച്ചു അങ്ങനെ സ്ത്രീകളില്ലാതെ, നായികമാരില്ലാതെയും പടങ്ങൾ ഓടുന്നു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, മലയാള സിനിമയിൽ അച്ഛനും അമ്മയും തന്നെ ഇപ്പോൾ വേണ്ട. ഒരുപാട് ഇപ്പോൾ നമ്മൾ കുറേ സിനിമകൾ കാണുന്നതല്ല, ഞാൻ കാണുമ്പോൾ എല്ലാം സ്ത്രീകൾ കുറവാണ്. അവിടെയൊക്കെ ഒരു സീൻ 2 സീന് അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ശരിയാണ്, അവരും അമ്മയും കൂടെ എൻ്റെ റൂമിൽ വന്ന് പിന്നെ അന്ന് രാത്രി മുഴുവൻ താമസിച്ചു. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെന്നാ പരാതി കൊടുക്കുക. അവർ തയ്യാറല്ല, ഞങ്ങൾക്ക് സിനിമ വേണ്ടെന്ന് പറയും. അങ്ങനെ പോയി.
ഇത് അവിടെയൊക്കെ ചില ചെറിയ സംഭവങ്ങളൊക്കെ ഇപ്പം ഞാനൊരു കാര്യം ചോട്ടെ, ഈ കമ്മീഷൻ വന്നതിന് ശേഷമല്ലേ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നെ പീഡിപ്പിച്ചു. ആര് പീഡിപ്പിച്ചു? എവിടെ? നിങ്ങളൊരു തെളിവ് കൊടുക്ക്. അതിനൊന്നും ഇപ്പോൾ ചുമ്മാ ഒരാളിപ്പോൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞാൽ ആരെ, എന്ത്, എവിടുന്ന്, അതൊക്കെ ചോദിക്കില്ലേ ഒരു കോടതി കേസുമായിട്ട് ചെല്ലുമ്പോൾ? അപ്പോൾ ആരോപണം ഉന്നയിക്കുന്നവർ തെളിവുമായിട്ട് വരണം. തെളിവുമായിട്ട് വേണമല്ലോ. കോടതിയിലൊരു കേസുമായിട്ട് ചെല്ലുമ്പോൾ എങ്ങനെയാണ് തെളിവുണ്ടോയെന്നല്ലേ ചോദിക്കുക ആദ്യം? തീർച്ചയായിട്ടും. അല്ല അവരുമായിട്ട് സംസാരിച്ചതോ ഫോണിൽ റെക്കോർഡ് ചെയ്തോ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? ചുമ്മാ ഒരു സിനിമാ ഫീൽഡിനെ കംപ്ലീറ്റ് അങ്ങ് മോശമായിട്ട് ചിത്രീകരിക്കുന്നത് തെറ്റാണ്. ഇതിൽ കുറേ നല്ലവരുമുണ്ട്, കുറച്ച് ചീത്ത ആൾക്കാരുമുണ്ട്.